ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നത്തെ താരം ഗോൾഡാണ്. ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോപ്പർ 2 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ രണ്ട് കമോഡിറ്റികളാണ് ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ബുധനാഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. മാർച്ചിലത്തെ 3.5% CPI ഡാറ്റ വന്നിരുന്നത്. ഇത് എക്സ്പെക്റ്റ് ചെയ്തേക്കാളും സ്ലൈറ്റ്ലി ഹയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഒരു ഓഫ് ആണ് ബുധനാഴ്ച ഉണ്ടായിരുന്നത്. എല്ലാ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് കൂടിയിട്ടാണ് ബുധനാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം യൂറോപ്യൻ മാർക്കറ്റുകളും മെജോറിറ്റി മാർക്കറ്റുകൾ വീക്കായിരുന്നു. ബുധനാഴ്ച നമ്മൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബുധനാഴ്ച നോക്കുകയാണെങ്കിൽ ഗോൾഡും കമ്പാരിറ്റീവ്ലി വീക്കായിരുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് $91 പെർ ബാരലിലായിരുന്നു ബുധനാഴ്ചയിലത്തെ ക്ലോസിങ്. പക്ഷേ ഇന്നലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ വന്നിരുന്നു. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് വന്നത് 2.1% ആണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്തേക്കാളും താഴെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ഡാറ്റകളും ഒരു മിക്സഡ് ഡാറ്റയാണ് വന്നത്. അതുകൊണ്ട് തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന ഡിസിഷൻ നീട്ടില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഗോൾഡിലൊക്കെ നല്ല രീതിയിലൊരു ബൈയും കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ന് ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂൺ ഫ്യൂച്ചേഴ്സ് $212.7 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2,406 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ഗോൾഡ് $2,395.9 പെർ ഔൺസ് വരെ ഹിറ്റ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $91 പെർ ബാരലിനടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മെറ്റൽ ഫ്യൂച്ചേഴ്സുകളെല്ലാം തന്നെ ബെറ്റർ ആണ്. കോപ്പർ 2 ഇയർ ഹൈയിലാണ് ട്രേഡിങ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കോപ്പർ വലിയ രീതിയിൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ മുന്നേറും എന്ന തരത്തിൽ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിന്യൂവബിൾ എനർജി രംഗത്തുനിന്നുള്ള ഡിമാൻഡ്, അതുപോലെ തന്നെ എക്കണോമികളെല്ലാം റീബൗണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇൻഡസ്ട്രിയൽ മെറ്റലും കൂടിയാണ് കോപ്പറും. അപ്പോൾ കോപ്പറിനൊപ്പം അലുമിനിയം ഉണ്ട്. അപ്പോൾ ഓവറോൾ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയൺ ഓർ അടക്കമുള്ള എല്ലാ സെക്ടറിനും ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം പോസിറ്റീവാണ്. ഇന്നലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ സ്ലൈറ്റ്ലി റിക്കവറി നടത്തിയിരുന്നു. പക്ഷേ ടെക്നോളജിയാണ് വലിയ രീതിയിൽ മുന്നേറിയിരുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ 271.84 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. NVIDIA വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന ചിപ്പുകൾക്ക് ഡിമാൻഡ് അടുത്ത വർഷങ്ങളിലുണ്ടാവും. ടെസ്ല ഏറ്റവും കൂടുതൽ പ്രൊക്യൂർ ചെയ്യാൻ പോകുന്ന NVIDIA ചിപ്പാണ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ഫ്ലോ തന്നെയാണ് ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച്. ടെസ്ല, അതുപോലെ തന്നെ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റാ പ്ലാറ്റ്ഫോം എല്ലാ സ്റ്റോക്കുകളും ഇന്നലെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈനയിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ വീണ്ടും ഒരു നെഗറ്റീവ് പിക്ചറാണ് ചൈനീസ് എക്കണോമിനെ കുറിച്ച് നൽകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നലെയും ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിലും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എലക്ഷൻ ഫസ്റ്റ് റൗണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ വീണ്ടും നിഫ്റ്റിയും സെൻസെക്സൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഡേയ്സാണ് ഹെഡ് എന്നിരുന്നാലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഉദയ് കോട്ടക്ക് പോലുള്ള മാർക്കറ്റ് എക്സ്പെർട്ടുകൾ പറയുന്നത് അടുത്ത മാസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഫാളൊക്കെ മാർക്കറ്റിലുണ്ടാവും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള റിപ്പോർട്ടുകളാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് 5 ലക്ഷം CKD കിറ്റുകളാണ് TVS മോട്ടോഴ്സിൻ്റെ സപ്ലൈ ചെയ്തിരിക്കുന്നത്. സപ്ലൈസിനായിട്ട് പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര സീംലെസ്സിന് ONGCയുടെ കയ്യിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 674 കോടി രൂപയുടെ ഓർഡറാണ്. ഇതിൽ ബിരിയാണി അതുപോലെ തന്നെ മറ്റ് ഫുഡ് ഐറ്റങ്ങളിലൊക്കെ സർവീസസ് ഭയങ്കരമായി സപ്ലൈ വളരെ കൂടിയിട്ടുണ്ട്. 15% തൊട്ട് 22% വരെയാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. സൊമാറ്റോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ ഒരു പക്ഷേ സൊമാറ്റോ 200 രൂപ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ. ഭാരതി ഹെക്സ
IPO ലിസ്റ്റ് ചെയ്യുകയാണെന്ന്. ഇഷ്യൂ പ്രൈസ് 570 രൂപയായിരുന്നു. 10-15% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിലുള്ളത്. NTPCയുടെ ഗ്രീൻ എനർജി NTPC ഗ്രീനിൻ്റെ 10,000 കോടി രൂപയുടെ IPOന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനെയും മെർച്ചൻറ്റ് ബാങ്കേഴ്സിനെയും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചകളിൽ NTPC ഗ്രീനിൻ്റെ IPO വരാനുള്ള ചാൻസസ് ഉണ്ട്. ഉണോമിണ്ട വെഹിക്കിൾ അലോയ് വീൽസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിക്കുള്ള ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി നടത്തിയിട്ടുണ്ട്. ഹരിയാനയിലാണ്. 1,20,000 വീൽസ് പെർ മന്താണ് പ്ലാൻ ചെയ്യുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. ഓട്ടോ ആൻസിലറി രംഗത്ത് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ റെയിൽവേയിൽ നിന്ന് 1,586.39 കോടി രൂപ ഓർഡറുകൾ ഇന്ത്യൻ സ്റ്റീൽ കമ്പനികൾക്ക് ലഭിച്ചിട്ടുണ്ട്. സ്റ്റീൽ കോയിൽസും പ്ലേറ്റുകളൊക്കെ സപ്ലൈ ചെയ്യാനാണ്. സെയിലിനാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുള്ളത്. 891.17 കോടിയാണ്. അത് കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീലാണ് 333.48 കോടിയാണ്. പിന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് 108.06 ക്രോറാണ്. അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ് 173.73 കോടിക്കുള്ള ഓർഡേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ക്യാംസിന് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ക്യാംസ് പേ എന്നുള്ള പേരിൽ ാണ് ഈ കമ്പനി ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. ക്യാംസിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഉണ്ട്. ഇൻഷുറൻസ് റെപ്പോസിറ്ററിയും കൂടിയാണ് ക്യാംസ്. അതോടൊപ്പം തന്നെ പ്രോട്ടിയാൻ ഇ ഗവർണൻസ്, ഇവർക്കും ഓൾറെഡി പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിജിറ്റലി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. നൈബ് ലിമിറ്റഡ് നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കാണ്. 308 കോടി രൂപയുടെ ഓർഡറാണ് അഡാനി ഡിഫൻസിൻ്റെ ഓർഡൻസ് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അഡാനി ഡിഫൻസിൽ നിന്നുള്ള ഓർഡർ തീർച്ചയായിട്ടും നൈബിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വോഡാഫോൺ ഐഡിയ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ വരികയാണ്. April 18 ഓപ്പൺ ചെയ്ത് April 22 എൻ്റെയും 18,000 കോടി രൂപയാണ്. പ്രൈസിങ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വ്യൂസ് നോക്കുകയാണെങ്കിൽ JP മോർഗൻ പറയുന്നതിൽ ഇന്ത്യയിൽ ഫൈനാൻഷ്യൽസ്, റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, ഹെൽത്ത് കെയർ സ്റ്റോക്കുകളൊക്കെ ആയിരിക്കാം അടുത്ത മാസങ്ങളിൽ മുന്നേറാൻ പോകുന്ന തരത്തിൽ റിപ്പോർട്ടുകളാണ്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആണ്. ഗ്ലോബലി വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറീസ് ഇൻടാക്റ്റ് എന്നാണ് JP മോർഗൻ്റെ വ്യൂ വരുന്നത്. ഇന്ന് മുതൽ നമ്മുടെ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. TCSൻ്റെ SCL ടെക്കിൻ്റെ ഒക്കെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് വരികയാണ്. റിസൾട്ടിന് അനുസരിച്ചുള്ളൊരു വോളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. റിലയൻസ് ഇൻഫ്ര നമ്മുടെ ഒരു പിക്കായിരുന്നു. റിലയൻസ് ഇൻഫ്ര സുപ്രീം കോടതി വിധിയുണ്ട്. ഡൽഹി മെട്രോ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂവിലാണ്. അവർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 8,000 കോടി ലഭിക്കാൻ പോകുന്നില്ല. മറിച്ച് 1,000 കോടി എക്സ്ക്രോ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ടെമ്പററി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് റിലയൻസ് ഇൻഫ്രനെ സംബന്ധിച്ച്. പക്ഷേ ലോങ് റണ്ണിൽ ഇത് ഓവർകം ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. എന്നിരുന്നാലും ഒരുപക്ഷെ റിലയൻസ് ഇൻഫ്ര വീണ്ടും ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം റിലയൻസ് പവറും ഒരുപക്ഷെ നെഗറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.